ഓം തപോവനം ശ്രീ സത്യസായി സച്ചരിതം അധ്യായം 11 പ്രേമമയി സായിമ. സത്യം, ധർമ്മം, പ്രേമം, ശാന്തി, അഹിംസ ഇവ മാനവൻ്റെ പഞ്ചപ്രാണങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാന പ്രേമം. അതിനാൽ പ്രേമം ഹൃദയത്തിൽ പ്രബലമാക്കൂ. 1000 അമ്മമാരുടെ പ്രേമവുമായി ഭഗവാൻ ശ്രീ സത്യസായി ബാബ തൻ്റെ അമൂല്യമായ സമയത്തിൽ 3/4 ഭാഗവും വിദ്യാർത്ഥികൾക്കായി മാത്രം വിനിയോഗിക്കുന്നു. നിഷ്കളങ്കരായ പരിശുദ്ധ ഹൃദയരായ ഈ കുട്ടികളുടെ ചുമലിലാണ് പൂർണ്ണമായും സമൂഹത്തിൻ്റെ ഭാവിയെന്ന് അവിടുന്ന് കരുതുന്നു. സ്വാമി അവരോട് പറയാറുണ്ട്, എന്നെ നോക്കൂ, നിങ്ങളിലുള്ള എന്നെ കാണൂ. ഞാൻ നിങ്ങളിലുള്ള എന്നെയാണ് നിങ്ങളിൽ കാണുന്നത്. നിങ്ങളാണ് എൻ്റെ ജീവിതം, പ്രാണൻ, എൻ്റെ ആത്മാവ്. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ രൂപങ്ങളാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ദീനബന്ധു. ഒരിക്കൽ സ്വാമി കുട്ടികളുടെ കൂടെ ബൃന്ദാവനത്തിൽ സ്വാമി അരുളി, ഞാൻ ഇവിടെയുള്ളപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പതറുന്നു, വേണ്ട വിധം പഠിക്കുന്നില്ല. ഞാൻ പുട്ടപർത്തിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ പഠനത്തിൽ നന്നായി ശ്രദ്ധയുന്നു. നാളെ രാവിലെ 8:30 ഞാൻ പർത്തിയിലേക്ക് പോകുന്നു. ഭഗവത് പാദങ്ങളിൽ പിടിച്ചുകൊണ്ട് കുട്ടികൾ യാചിച്ചു, സ്വാമി അരുതേ, പോകരുതേ, ഇവിടെ തന്നെ താമസിക്കണേ, ഞങ്ങൾ നന്നായി പഠിച്ചുകൊള്ളാം. പക്ഷേ സ്വാമി തീരുമാനത്തിൽ ഉറച്ചു നിന്നു. നിങ്ങളുടെ രക്ഷിതാക്കൾ എന്നെ വിശ്വസിച്ചാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളാവട്ടെ പഠിക്കാതെ എൻ്റെ ചുറ്റും കറങ്ങി നടക്കുന്നത് എങ്ങനെ എനിക്ക് കണ്ടിരിക്കാനാവും? ഞാൻ നാളെ തന്നെ പോവും. പിറ്റേ ദിവസം തിങ്കളാഴ്ച സമയം 8:30. ത്രേയുടെ മുന്നിൽ സ്വാമിയുടെ വെളുത്തക്കാർ തയ്യാറായി. തീവ്ര നൊമ്പരം നെഴിലിക്കുന്ന മുഖവുമായി നിരാശരായ കുട്ടികളും അവിടെയുണ്ട്. സ്വാമി മുകളിൽ നിന്ന് താഴേക്ക് വന്നു. കുട്ടികൾ വിനയപൂർവ്വം പ്രാർത്ഥിച്ചു, യാചിച്ചു. പക്ഷെ ഫലമുണ്ടായില്ല. സ്വാമി കാറിൽ കയറിപ്പോയി. ഭാരം പേറിയ ഹൃദയവുമായി കുട്ടികൾ ഹോസ്റ്റലിൽ താങ്ങാനാവാതെ മുറികളിലേക്ക് മടങ്ങി. അവരുടെ മനം നിറയെ സ്വാമി. വായിക്കുന്നതൊന്നും മനസ്സിൽ കയറുന്നില്ല. സ്വാമിയുടെ അഭാവം അന്തരീക്ഷത്തെ നിർജീവവും ഇരുളിമയാർന്നതും നിശ്ചേതനവുമാക്കി. ഓരോ വിദ്യാർത്ഥിയും അവരുടെ മുറിയിൽ നിശബ്ദരായിരുന്നു. അവിടെ ആരും ഒന്നും ഉരിയാടുന്നില്ല. കുശല പ്രശ്നമില്ല, സരസംഭാഷണങ്ങളില്ല, സന്തോഷമില്ല. ഉള്ളത് സാന്ദ്രമായ മ്ലാനത മാത്രം. കഷ്ടിച്ച് 15 മിനിറ്റ് കഴിഞ്ഞു കാണും. പെട്ടെന്ന് ഒരു വിദ്യാർത്ഥി ഉറക്കെ വിളിച്ചു പറഞ്ഞു, സ്വാമി മടങ്ങി വരുന്നേ, സ്വാമി വരുന്നേ. മറ്റുള്ള കുട്ടികൾ വിചാരിച്ചു അയാൾക്ക് മതിഭ്രമമാണെന്ന്, കാർ കണ്ടെന്ന് വെറുതെ തോന്നിയതാണെന്ന്. പക്ഷേ ആകാംക്ഷാഭരിതരായ ചിലർ ജനാലകളിലൂടെ എത്തി നോക്കി. അവിടെ സ്വാമിയുടെ കാർ ശരിക്കും ആശ്രമത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. 2 കുട്ടികൾ കാറിന് പുറകെ ഓടുന്നു. മതി, അത്രയും ധാരാളം. ചിറകുകളുള്ള മാൻ പോലെ കുട്ടികൾ പറഞ്ഞു. ആ സമയം കൊണ്ട് സ്വാമി കാറിൽ നിന്നിറങ്ങി. വിദ്യാർത്ഥികൾ ഭഗവാനും ചുറ്റും നിരന്നു. ഒരു വശത്ത് അത്ഭുതം, മറുവശത്ത് ആഹ്ലാദം. അവർക്ക് ശ്വാസം മുട്ടി. സ്വാമി അകത്തേക്ക് കയറി മുകളിലേക്ക് നടന്നു. വിദ്യാർത്ഥികൾ താഴെ മൗനമായി കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. എന്താണ് സംഭവിച്ചത്? എന്തേ സ്വാമി മടങ്ങി? ആർക്കും അറിയില്ല. ഒടുവിൽ സ്വാമി തന്നെ വെളിപ്പെടുത്തി. ഞാൻ പോകുന്ന വിവരം കേട്ടതു മുതൽ കുട്ടികൾ വളരെ നൊമ്പരത്തിലായി. ഈ അസ്വസ്ഥതയിൽ സമസ്തവും തകിടം മറിഞ്ഞു. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ താക്കോൽ എടുക്കാനും മറന്നുപോയി. ഇതെന്താണ്? സ്വാമി താക്കോൽ മറക്കുമോ? അടക്കാനാവാത്ത സന്തോഷത്താലും വികാരത്തിലും കുട്ടികളുടെ ഹൃദയം നിറഞ്ഞു. നനവൂറാത്ത മിഴികളുണ്ടായിരുന്നില്ല. എങ്ങും നിശബ്ദത തളം കെട്ടി നിന്നു. പക്ഷേ അവർ ഭയന്നു. താക്കോലും എടുത്ത് സ്വാമി പോകുമോ? ഒരു വിദ്യാർത്ഥി സ്നേഹപൂർവ്വം സ്വാമിയോട് ചോദിച്ചു. സ്വാമി കാറിൽ നിന്ന് സാധനങ്ങൾ എടുക്കട്ടെ. ഇല്ലാത്ത കോപം അണിഞ്ഞുകൊണ്ട് ആ മുഖത്ത് ഏവർക്കും അത് സ്പഷ്ടമായിരുന്നു. സ്വാമി അരുളി, വേണ്ട, ഞാനിന്ന് വൈകുന്നേരം തന്നെ പോകും. കോപത്തിന് പുറകിൽ സ്വാമി ഒളിപ്പിച്ചിരുന്ന സ്മിതം ബുദ്ധിമാന്മാരായ കുട്ടികൾ കണ്ടുപിടിച്ചു. അവരെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞു, സ്വാമി, സ്വാമി, ഇവിടെ താമസിക്കൂ, പോകേണ്ട സ്വാമി. സ്വാമി അവർക്ക് നേരെ തിരിഞ്ഞു. പിന്നെ അരുളി, നോക്കൂ, നിങ്ങളുടെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ വ്യാകുലത എന്നെ ഇങ്ങോട്ട് വലിച്ചഴിച്ചു. ഞാനിവിടെ തങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പഠനത്തിൽ കഠിനമായി അധ്വാനിക്കണം. എങ്കിൽ ഞാൻ ഉറപ്പു തരുന്നു, ഞാനിവിടെ തന്നെ തങ്ങാം. ഇനി പഠനത്തിൽ മുഴുകുക. ഈശ്വരന് വേണ്ടിയുള്ള വ്യാകുലത, അതാണ് ആധ്യാത്മികതയുടെ ഗൂഢാർത്ഥം. ഈശ്വര ലാഭത്തിനുള്ള തീവ്രമായ ആഗ്രഹം, ഈശ്വരനെ തേടുമ്പോഴുള്ള ക്ലേശവും വിഷമതകളും സഹിക്കുക, ഇവ രണ്ടും ആധ്യാത്മികതയുടെ ഒഴിച്ചുകൂടാനാവാത്ത ലക്ഷണങ്ങളാണ്. തൃണപുഷ്പം. ഒരിക്കൽ സ്വാമി മുംബൈയിലെ ധർമ്മക്ഷേത്രം സന്ദർശിച്ചു. ഗുരുക്കന്മാരും ബാലവികാസ് കുട്ടികളും ഭഗവാനെ സ്വാഗതം ചെയ്യാനായി അതിഗംഭീരമായ ഒരുക്കങ്ങളും ചെയ്തു. കുട്ടികളെ ക്രമമായി വരികളായിട്ടാണ് ഇരുത്തിയത്. സ്വാമിക്ക് സമർപ്പിക്കാനായി ഓരോരുത്തരും റോസാപുഷ്പം പിടിച്ചിരുന്നു. അവരുടെ മുഖം സന്തോഷകരമായ പ്രത്യാശയിൽ പ്രകാശിച്ചു. അവരുടെ കൂടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു, നന്നേ കുട്ടി. അതിനാൽ ബാലവികാസ് സംഘത്തിൽ ചേർക്കാനായില്ല. എന്നിരുന്നാലും മറ്റുള്ള കുട്ടികൾക്കൊപ്പം ഈ കുട്ടിയും ബാലവികാസ് ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്നു. കുറച്ച് ശ്ലോകങ്ങളും ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. മുൻനിരയിൽ ഇരുത്താൻ വയ്യാത്തത്ര പ്രായം കുറഞ്ഞ കുട്ടിയായതിനാൽ ഗുരുക്കന്മാർ അയാളെ പുറകിലെ വരിയിലിരുത്തി. മറ്റു വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ളതുപോലെ റോസാപുഷ്പവും നൽകിയില്ല. കനപ്പിച്ചു നിൽക്കുന്ന പിഞ്ചു മുഖത്ത് അവൻ്റെ ദുഃഖം മുഴുവൻ എഴുന്നള്ളിച്ചിരുന്നു. മറ്റുള്ളവരെ പോലെ തനിക്കും സ്വാമിക്ക് പുഷ്പം നൽകണമെന്ന് അതീവ താല്പര്യം മൂലം അവൻ ചിലരോട് പൂവ് ചോദിച്ചു. പക്ഷെ ആരും കൊടുത്തില്ല. സ്വാമി കൃത്യസമയത്തെത്തി. തനിക്കായി പുഷ്പം പിടിച്ചിരിക്കുന്ന കുട്ടികളുടെ വരികളിലൂടെ സ്വാമി നടന്നു. സമർപ്പിക്കാനായി നീട്ടിപ്പിടിച്ച ഓരോ പുഷ്പത്തിലും സ്വാമിയുമായി സ്പർശിച്ചു. എല്ലാ വിദ്യാർത്ഥികളെയും അനുഗ്രഹിച്ചു. സ്വാമി നടന്നു നീങ്ങുമ്പോൾ ആ കൊച്ചുകുട്ടി സ്വാമിയുടെ ഓരോ ചുവടും ആംഗ്യവും നിരീക്ഷിക്കുകയായിരുന്നു. മെല്ലെ അവൻ മുൻനിരയിലേക്ക് വഴുതി ചെന്നു. അപ്പോഴേക്കും സ്വാമി അവൻ അടുത്തെത്തിയിരുന്നു. ആ നിമിഷം കുട്ടി തൻ്റെ മുന്നിലുള്ള പുല്ലിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പുഷ്പം കണ്ടു. അവനത് പൊട്ടിച്ചെടുത്ത് കയ്യിൽ പിടിച്ച് സ്വാമി
സ്വാമി അവൻ്റെ നേരെ മുന്നിലെത്തിയപ്പോൾ കുട്ടി തൻ്റെ കുഞ്ഞിക്കൈ ഉയർത്തി. പ്രേമപൂർവമായ പക്ഷേ അസാധാരണമായ കാഴ്ചദ്രവ്യവുമായി സ്വാമി മധുരമായി മന്ദസിച്ചു. കുട്ടിയിൽ നിന്ന് ലളിതമായ കാഴ്ചദ്രവ്യം സ്വീകരിച്ചു. മൃദുവായി അവൻ്റെ ഇളം വിരലുകൾ അമർത്തി സ്പർശിച്ചു. കുട്ടിയുടെ ഇംഗീത പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് സ്വാമി അവനെ പ്രേമപൂർവ്വം തട്ടിക്കുറിച്ച് സംസാരിച്ചു. സുന്ദരമായ റോസാപ്പൂക്കളെ വെറുതെ സ്പർശിച്ചു നീങ്ങിയ സ്വാമി ആ കുട്ടി വളരെ പ്രേമപൂർവ്വം സമർപ്പിച്ച തൃണപുഷ്പം കൈകളിലേന്തി നടന്നു. പിന്നീടുണ്ടായ സമ്മേളനം 3 മണിക്കൂറോളം നീണ്ടു. അവർ പരിപാടി അവസാനിപ്പിച്ച ശേഷം സ്വാമി പുറത്തു വന്ന് അവിടെ കൂടിയിരുന്നവരെ അനുഗ്രഹിച്ചു. പക്ഷേ അപ്പോഴും തൃക്കൈയിൽ പ്രേമത്തിൻ്റെ ആ കൊച്ചു തൃണപുഷ്പം ഉണ്ടായിരുന്നു. 3 മണിക്കൂർ മുമ്പ് സമർപ്പിച്ചോടുള്ള അതേ പുതുമയോടെ. ഭക്തഹൃദയത്തിന് അഗാധതയിൽ കിടക്കുന്ന ആഗ്രഹങ്ങളെയും കൊടിയ ദുഃഖങ്ങളെയും ഭഗവാൻ ശ്രീ സത്യസായി ബാബ ശ്രദ്ധിക്കുന്നു, അതിന് പ്രതികരിക്കുന്നു. എനിക്കായി ഒരു തുള്ളി കണ്ണീർ. ഇത് സംഭവിച്ചത് 1976. അപ്പോൾ സ്വാമി വൃന്ദാവനത്തിലായിരുന്നു. അവിടെ എല്ലാവരും ധാരാളം എഞ്ചിനീയർമാർ, ചിലർ നിർമ്മാണ പ്ലാനുകളും കയ്യിലേന്തി നടക്കുന്നുണ്ട്. അവിടെ സമ്മേളിച്ചിരുന്നവർക്ക് ദർശനമേകാനായി ശ്രീ സത്യസായി പുറത്തു വന്നു. തൻ്റെ ചുറ്റും തടിച്ചുകൂടിയ വിദ്യാർത്ഥികളോടായി സ്വാമി അരുളി, എൻ്റെ കുട്ടികളെ, നിങ്ങൾക്കായി ഞാൻ പുതിയൊരു ഹോസ്റ്റൽ നിർമ്മിക്കുകയാണ്. അത് ധാരാളം സ്ഥല സൗകര്യമുള്ളതായിരിക്കും, സൗകര്യപ്രദവുമായിരിക്കും. നമ്മുടെ കോളേജിൽ കെട്ടിടത്തിൻ്റെ കുറച്ച് പുറകിലായിട്ടായിരിക്കും ഹോസ്റ്റൽ നിർമ്മിക്കുക. അവർക്കെല്ലാമായി വിദ്യാർത്ഥികളിൽ ഒരാൾ പറഞ്ഞു, സ്വാമി, ഞങ്ങൾക്ക് ഇവിടെ വളരെ സൗകര്യങ്ങളുണ്ട്. മാത്രമല്ല ഞങ്ങൾ വളരെയേറെ സംതൃപ്തരും സന്തുഷ്ടരുമാണ്. ഞങ്ങൾ പുതിയ ഹോസ്റ്റൽ ആഗ്രഹിക്കുന്നില്ല സ്വാമി. ഈ ബൃന്ദാവനമാണ് ഞങ്ങളുടെ വീട്. സ്വാമി പറഞ്ഞു, പ്രിയമുള്ളവരെ, ബൃന്ദാവൻ നിങ്ങളുടെ വീട് പോലെ കരുതുന്നുവോ? എങ്കിൽ അത് വളരെ നല്ലത് തന്നെ. നിങ്ങൾക്കിവിടെ സ്വയം ക്രമീകരിക്കാനും സന്തോഷിക്കാനും കഴിയുന്നുവെങ്കിൽ എനിക്ക് സന്തോഷം. അതേസമയം നിങ്ങൾ കൊച്ചുകുട്ടികൾ സ്ഥലത്തിനായി ഉദ്ധരിക്കുന്ന കാഴ്ച എനിക്ക് അസഹനീയം. നിങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്തുക എൻ്റെ കർത്തവ്യമാവുന്നു. വരുന്ന വ്യാഴാഴ്ച പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിന് തറക്കല്ല് ഇടുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോർട്ടിക്കോവിന് അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് നടന്നു. അവിടെ ദർശനത്തിനായി കാത്തിരിക്കുന്നവരെ അനുഗ്രഹിക്കാൻ തറക്കല്ലിടാനുള്ള ചടങ്ങിന് ഇനി കഷ്ടിച്ച് 48 മണിക്കൂറേ ഉള്ളൂ. എഞ്ചിനീയർമാർ വലിയ തിരക്കിൽ, പക്ഷേ കുട്ടികളാവട്ടെ അസംതൃപ്തിയിലും. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തിട്ടമില്ല. പിറ്റേ ദിവസം ബാബ ഹോസ്റ്റൽ സന്ദർശിക്കാനെത്തിയപ്പോൾ ഒരു കൊച്ചുകുട്ടി വിദ്യാർത്ഥികളിൽ ഏറ്റവും ചെറിയവർ ബാബയുടെ തൃക്കൈയിൽ ഒരു കത്ത് വെച്ചു കൊടുത്തു. അവിടുന്ന് അത് വായിച്ചു. പിന്നീട് കൊച്ചുകൂട്ടുകാരെ നോക്കി പ്രേമസ്മിതം തൂകി. ഭഗവാൻ സിംഹാസനത്തിലിരുന്നു. അതിനുശേഷം വാർഡനെ വിളിക്കാൻ ആളെ അയച്ചു. വാർഡൻ എത്തിയപ്പോൾ സ്വാമി അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ട് ഉറക്കെ വായിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വായിച്ചു. പ്രിയങ്കരിയായ സായിമ്മ, അവിടുത്തെ തൃപ്പാദത്തിൽ എളിയ പ്രണാമങ്ങൾ. ഞങ്ങളോട് അവിടത്തേക്ക് അതൃപ്തിയായോ? അവിടുന്ന് ഏറ്റവും വിലമതിക്കുന്ന നിശബ്ദത ഞങ്ങൾ അലോസരപ്പെടുത്തുന്നുവോ? ഞങ്ങൾ അച്ചടക്കം ലംഘിച്ചുവോ? ഞങ്ങൾ വേണ്ടത്ര നിയന്ത്രണമില്ലാതെ പെരുമാറുന്നുവോ? അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ എന്തിന് ഇവിടുന്ന് ഞങ്ങളെ സുന്ദരമായ ഈ ബൃന്ദാവന പരിസരത്തുനിന്നും പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു? വളരെ ദൂരം ഞങ്ങൾക്കായി പുതിയ ഹോസ്റ്റൽ നിർമ്മിക്കണമെന്ന് എന്തിനു സ്വാമി ശടിക്കുന്നു? ബൃന്ദാവൻ മഹനീയമായ സ്ഥലം. അവിടെ മധുരവും സുരക്ഷിതവുമായ സ്വാമിയുടെ പ്രേമം ഞങ്ങൾക്ക് വളരെ അടുത്ത് ലഭ്യമാവുന്നു. അത്തരം പ്രേമം അനുഭവിക്കാൻ ദേവന്മാർ പോലും കൊതിക്കുകയാണ്. ഹൃദയംഗമമായ പ്രേമത്തോടെ വാത്സല്യത്തോടെ സ്വാമി കുഞ്ഞ് ബൃന്ദാവനത്തിൽ നിന്ന് അകലെ പുതിയ ഹോസ്റ്റൽ നിർമ്മിക്കാൻ സ്വാമി തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ ദയവായി അവിടത്തേക്കുള്ള ഒരു പുതിയ വസതിയും ഹോസ്റ്റലിനോട് ചേർന്ന് നിർമ്മിക്കണേ. വാർഡൻ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണീരൊഴുക്കാത്ത ഒരു കുട്ടിയും ഉണ്ടായിരുന്നില്ല. ഏകസ്വരത്തിൽ അവരെല്ലാവരും പറഞ്ഞു, സ്വാമി, ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണേ. ആ ദൃശ്യത്താൽ ഭഗവത്ഹൃദയം ഉരുകി. സ്വാമി ഉടനെ ചീഫ് എഞ്ചിനീയറെ വരുത്തി വിദ്യാർത്ഥികളുടെ ആഗ്രഹം അറിയിച്ചു. അദ്ദേഹം ശങ്കയോടെ പറഞ്ഞു, ഈ പ്ലാനുകളെല്ലാം അതീവ ശ്രദ്ധയോടെ വരച്ചു കഴിഞ്ഞതാണ്. മാത്രമല്ല തറക്കല്ലിടാൻ ഇനി അധിക സമയവുമില്ല. പക്ഷേ കുട്ടികൾ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ബൃന്ദാവൻ മാത്രമായിരിക്കണം ഞങ്ങളുടെ വസതിയെന്ന്. കുട്ടികളുടെ വൈകാരിക ഭാവം കണ്ട് സ്വാമി ചീഫ് എഞ്ചിനീയറോട് പ്ലാൻ മാറ്റി വരയ്ക്കാൻ നിർദ്ദേശിച്ചു. ബൃന്ദാവൻ സമുച്ചയത്തിൽ പുതിയ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനായി പുതിയ പ്ലാനുകൾ വരച്ചു. അപേക്ഷഭരിതരായ ഈ വാർത്ത കേട്ട് വിദ്യാർത്ഥികൾ ഹർഷോന്മാത്തരായി. നിശ്ചിത ദിനം ഭഗവാൻ ശ്രീ സത്സായി ബാബ ആരതിക്കുള്ള ദീപം കൊടുത്താൻ ഒരുങ്ങും. ഒരു കുട്ടി പറയും, സ്വാമി, അവിടുന്ന് ഞങ്ങൾക്കായി വളരെയേറെ ചെയ്യുന്നു, പക്ഷേ അവിടത്തേക്ക് സമർപ്പിക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല. സ്വാമി മറുപടി പറഞ്ഞു, നിങ്ങളുടെ പിഞ്ചു കവളിലൂടെ ഒഴുകുന്ന ആനന്ദാശ്രുക്കൾ, അതുമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കായി ഒരു തുള്ളി കണ്ണീർ പൊഴിക്കൂ. ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആനന്ദം മാത്രമാണ്. വൃന്ദാവന സമുച്ചയത്തിൽ ഉത്കൃഷ്ടതയോടെ നിൽക്കുന്ന ആ കെട്ടിടം, എക്കാലവും നിലനിൽക്കുന്ന ആ മധുര സ്മാരകം, കുട്ടികളോടുള്ള സ്വാമിയുടെ സീമാതീതമായ പ്രേമത്തിൻ്റെ പ്രതീകം. 1976 അത് മുതലായിക്ക് സമീപമുള്ള വനത്തിൽ നിന്ന് കുറേ മാനുകൾ കൂട്ടം പിരിഞ്ഞ് വൃന്ദാവനത്തിലെത്തി. ത്രേയ്ക്ക് എതിരെ നല്ലൊരു സ്ഥലം അവയ്ക്കായി ഒരുക്കി കൊടുത്തു. സ്വാമി അവയ്ക്ക് ആപ്പിൾ കൊടുത്ത് പ്രേമപൂർവ്വം അവറ്റകൾ സംരക്ഷിച്ചു പോന്നു. ഒരു ദിവസം സ്വാമി ത്രേയിൽ നിന്നും ദർശനമേകാനായി പുറത്തിറങ്ങവേ വിദ്യാർത്ഥികൾ തിരുസന്നിധിയിലേക്ക് ഓടി. ആ നിമിഷം എതിരെയുള്ള ഉദ്യാനത്തിലെ മാനുകളും കമ്പിവേലിക്ക് അരികിലേക്ക് സായി സമീപത്തിനായി നീങ്ങുന്നു. ഉദ്യാനത്തിന് ചുറ്റും നിന്നു. ചാരുതയാർന്ന ഈ രംഗം തന്നെ സ്നേഹിക്കുന്ന കുട്ടികളെയും അതുപോലെ തന്നെ സ്നേഹിക്കുന്ന മാൻകൂട്ടത്തെയും ചൂണ്ടി സ്വാമി അടുത്ത് നിന്ന ഭക്തനോട് പറഞ്ഞു, അവരെല്ലാം 2 കാലുള്ള ഡിയർ, ഇത് 4 കാലുള്ള ഡിയർ. ഇരുകൂട്ടരും എനിക്ക് ഡിയർ. ഫ്ലൂ ആട്ടി. ഒരിക്കൽ ഇൻഫ്ലുവൻസ കാട്ടുതീ പോലെ പ്രശാന്ത് നിലയം ഹയർ സെക്കൻഡറി സ്കൂളിൽ പടർന്നു. ഏതാണ്ട് 200ഓളം കുട്ടികൾ രോഗബാധിതരായി. വൈകുന്നേരത്തെ ഭജന കഴിഞ്ഞപ്പോൾ സ്വാമി ഡോക്ടർ
അൽജേറയോട് സ്കൂൾ സന്ദർശിക്കാൻ നിർദ്ദേശിച്ചു. 200ഓളം കുട്ടികൾ കടുത്ത പനിയും കഫവും മൂലം ക്ലേശിക്കുന്നതായി ഡോക്ടർ കണ്ടെത്തി. രോഗബാധ നിയന്ത്രണാതീതമെന്ന് തോന്നിച്ചു. പരിശോധനയെല്ലാം കഴിഞ്ഞ് ഡോക്ടർ മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ സമയം 8 മണി. ഈ സമയമാകുമ്പോഴേക്കും സ്വാമിയുടെ മുറി അടച്ചിരിക്കും. പിറ്റേന്ന് രാവിലെ കാര്യങ്ങൾ ഭവന് ധരിപ്പിക്കാമെന്ന് അദ്ദേഹം കരുതി. 8:30 മണിയായപ്പോൾ ഒരു സേവാദൽ വന്നറിയിച്ചു സ്വാമി ഡോക്ടർക്കായി കാത്തിരിക്കുകയാണെന്ന്. ഡോക്ടർ തിടുക്കത്തെ സ്വാമി സന്നിധിയിലെത്തി. ബാബ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, നീ എന്തേ ഇങ്ങോട്ട് ഉടനെ വരാതിരുന്നത്? ഡോക്ടർ മറുപടി പറഞ്ഞു, സ്വാമി ഞാൻ തിരിച്ചു വന്നപ്പോൾ സമയം 8. അപ്പോഴേക്കും സ്വാമിയുടെ മുറിയുടെ വാതിൽ അടച്ചിരിക്കുമെന്ന് കരുതി. 200ഓളം കുട്ടികൾക്ക് ഫ്ലൂ ബാധിച്ചിട്ടുണ്ട്. രോഗം പടരുന്നത് തടയുക അസാധ്യമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സന്ദർഭത്തിൽ മരുന്നുകൊണ്ട് പ്രയോജനമുണ്ടാവില്ലെന്നാണ് എൻ്റെ ഭയം. സ്വാമി അവിടത്തേക്ക് മാത്രമേ അവരെ രക്ഷിക്കാനാവൂ. പിറ്റേ ദിവസം രാവിലെ ബാബ സ്കൂളും ആശുപത്രിയും സന്ദർശിച്ചു. സ്വാമി ഓരോ വരാന്തയിലൂടെയും ക്ലാസ് മുറിയിലൂടെയും നടന്നു. വേണ്ടവിധം വൃത്തിയാക്കിയിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ തടസ്സം പറഞ്ഞെങ്കിലും ഭഗവാൻ കെട്ടിടത്തിൻ്റെ മുകളിലും കയറി. അതിനുശേഷം സ്റ്റീൽ ബക്കറ്റിൽ നിറയെ വെള്ളം കൊണ്ടുവന്ന് ഭഗവാൻ അരുളി. അവിടുത്തെ വളരെയേറെ വിഭൂതി സൃഷ്ടിച്ച ജലത്തിൽ വിതറി. ആ വിഭൂതി തീർത്ഥം ഓരോ അധ്യാപകനും വിദ്യാർത്ഥിക്കും നൽകുവാൻ സ്വാമി അധ്യാപകരിൽ ഓരോരുത്തരോടും പറഞ്ഞു. അതിനുശേഷം രോഗം പടർന്നില്ല. 4 നാൾക്കുള്ളിൽ ഓരോ രോഗിയും പൂർണ്ണമായി സുഖപ്പെട്ടു. സ്വാമിയുടെ ചികിത്സാ രീതി അത്ഭുതകരം. ദുർഗ്രാഹ്യം. ആധ്യാത്മിക പഠനത്തിൻ്റെ ഔന്നത്യം. നാം എന്താണ് ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്? ഈ ലോകത്തിലെ ധനത്തിനും സുഖങ്ങൾക്കും വേണ്ടിയല്ല, ഭൗതിക വസ്തുക്കൾക്കും സ്വത്തിനുമായിരിക്കരുത്. ഈശ്വരനെ തന്നെ നേടാനായിരിക്കണം പ്രാർത്ഥന. ഈശ്വര ലാഭത്താൽ സമസ്ത അനുഗ്രഹങ്ങൾ സ്വയമേവ വന്നുകൊള്ളും. എന്ത് പഠിച്ചാലാണ് ഈശ്വരനെ നേടുക? അതാണ് ആധ്യാത്മിക പഠനം. യശോദാദേവി കുസൃതിക്കുട്ടിയായ കൃഷ്ണൻ്റെ പുറകെ ചെന്ന് അതെങ്ങനെയാണെന്ന് സ്വാമി ഒരിക്കൽ വിശദീകരിച്ചു. യശോദ ഒരു കയ്യിൽ വെണ്ണയും എടുത്ത് നീട്ടിപ്പിടിച്ച് കണ്ണനെ വെണ്ണ നീട്ടി വിളിക്കവേ മറുകയിൽ വടി പുറകിൽ ഒളിച്ചു പിടിച്ചിരിക്കുകയാണ്. കുഞ്ഞ് എണ്ണയ്ക്കായി അരികിലെത്തുമ്പോൾ പിടികൂടുക, വടി കൊണ്ട് 2 അടിയും കൊടുക്കുക. യശോദാദേവി വികൃതക്കണ്ണനെ നേർവഴിയാക്കാൻ കണ്ട വഴി അതായിരുന്നു. ഭഗവാൻ ശ്രീ സത്സായി തികച്ചും അതേ വഴിയിലൂടെ തന്നെയാണ് നമ്മുടെ സമീപത്ത് വരുന്നത്. നീട്ടിപ്പിടിച്ച കൈകളിൽ ലൗകിക ജ്ഞാനവും പുറകിൽ മറച്ചു വെച്ചിരിക്കുന്ന കയ്യിൽ ആധ്യാത്മിക ജ്ഞാനവുമായി കുട്ടികൾ വളരെ ഉത്സാഹത്തോടെ സ്വാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കോളേജുകളിലും സർവകലാശാലകളിലും അഡ്മിഷൻ തേടി വരുന്നു. സ്വാമി അവരെ സ്വീകരിക്കുന്ന ലൗകിക വിജ്ഞാനത്തിനൊപ്പം ആധ്യാത്മിക ജ്ഞാനവും പകർന്നു കൊടുക്കുന്നു. സാധാരണക്കാരനെ ഒരുവൻ പോലും ഇങ്ങനെ ക്രമേണ ഈ പ്രക്രിയയിലൂടെ സംസ്കരിക്കപ്പെടും. യഥാസമയം അവൻ ശരിയായ ജ്ഞാനിയായി മാറുക തന്നെ ചെയ്യും. സ്വാമിയുടെ വിവരണാതീതമായ പ്രേമം അത് സാധ്യമാക്കുന്നു. KG മുതൽ PG വരെ ബാബയുടെ സർവകലാശാലയിൽ വിദ്യാഭ്യാസം തീർത്തും സൗജന്യമാണ്. MBA, MFM, MTech, കമ്പ്യൂട്ടർ തുടങ്ങിയ കോഴ്സുകളും തുടങ്ങിയിരിക്കുന്നു. PhDക്കുള്ള സൗകര്യങ്ങളുമുണ്ട്. വിശാലമായ വൃത്തിയുള്ള വായുസഞ്ചാരമേറിയ ധാരാളം മുറികളോടുകൂടിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് ആർട്ട് പ്ലാനറ്റോറിയം സ്ഥാപിച്ചു. ഇവയെല്ലാം കുട്ടികളോടുള്ള ബാബയുടെ സീമാതീതമായ പ്രേമത്തിൻ്റെ തെളിവുകളാണ്. അടുത്തടുത്തുള്ള ലൗകിക പഠനത്തിൻ്റെ ഈ പ്രതീകങ്ങളോടൊപ്പം വിദ്യാർത്ഥികൾ ആധ്യാത്മിക ജ്ഞാനം കൂടി സ്വീകരിക്കുന്നുണ്ടെന്ന് ബാബ ഉറപ്പുവരുത്തുന്നു. എൻ്റെ സമസ്ത സമ്പത്തും എൻ്റെ വിദ്യാർത്ഥികൾ. 1981 നവംബർ 22 അന്നാണ് ശ്രീ സത്സായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് സ്വാമി വിദ്യാർത്ഥികളോട് അരുളി, നിങ്ങളായിരിക്കണം വേരുകൾ. അവയിൽ നിന്ന് വേണം ലോകത്തിന് വേണ്ടുന്ന ശാന്തിയും സുരക്ഷയും വളർന്നു വരുവാൻ. ആ വേരുകൾക്ക് ജലസേചനം ചെയ്യുകയാണ് എൻ്റെ ലക്ഷ്യം. വിദ്യാർത്ഥികൾക്കായി എല്ലാ അർത്ഥത്തിലും ഞാൻ എന്നെ തന്നെയാണ് സമർപ്പിക്കുന്നത്. എനിക്ക് അവരിൽ ആഴമേറിയ വിശ്വാസമുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുക, സായിബാബയ്ക്ക് സ്വന്തം പേരിലുള്ള സ്വത്ത് എന്തെന്ന്. നിങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം കിട്ടും, ഓ സ്വാമിക്ക് ധാരാളം കെട്ടിടങ്ങളും അനവധി സ്ഥലങ്ങളുമുണ്ട്. ആ ഒന്നുമല്ല എൻ്റെ സംസ്ഥധനവും മറ്റൊന്നുമല്ല എൻ്റെ വിദ്യാർത്ഥികൾ. ഈ ലളിതമായ സത്യം മനസ്സിലാക്കാൻ കഴിയാത്തവർ ധാരാളമുണ്ട്. ഒരമ്മയുടെ സ്നേഹം പോലും സങ്കല്പിക്കാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാരായ വ്യക്തികൾക്ക് ഒരിക്കലും 1000 അമ്മമാരുടെ സ്നേഹം അളക്കാനാവില്ല. ശ്രീ സത്സായിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണം അപരിമിതമായ ക്ഷമയാണ്. അവിടുന്ന് അരുളുന്നു, എണ്ണമറ്റ ആളുകൾ എന്നെ വിമർശിക്കുന്നു, എന്നെ എല്ലാത്തരം പേരുകളും വിളിക്കുന്നവർ ധാരാളമുണ്ട്. എന്നെക്കുറിച്ച് ഹീനമായ ധാരാളം കാര്യങ്ങളും പത്രങ്ങളും എഴുതിയിരിക്കുന്നു. എനിക്ക് എതിരായി ആയിരക്കണക്കിന് ലഘുലേഖകൾ അടിച്ചിറക്കി. ഇവർക്ക് എല്ലാമായി എനിക്കൊരു ഉത്തരം മാത്രമേ ഉള്ളൂ, എൻ്റെ മന്ദഹാസം. അവിതർക്കിതമായ നന്മയ്ക്കെതിരെയുള്ള ഹീനമായ വിപരീത പ്രവർത്തനങ്ങളാണിതെല്ലാം. ഫലമുള്ള വൃക്ഷത്തിന് കല്ലേറുണ്ടാവും. ചില ആളുകൾ അസൂയാലുക്കളും അസഹിഷ്ണുതയുള്ളവരുമായിരിക്കും. സത്യസായി സംഘടന വികസിക്കുന്നതോറും സത്യസായി സർവകലാശാലകൾ കൂടുതൽ വളരുന്തോറും അവരുടെ അസൂയയും വിസ്മയിപ്പിക്കുമാറിൽ വേഗത്തിൽ വളരുകയാണ്. അവർ കൂടുതൽ നുണക്കഥകളും ആരോപണങ്ങളും അപവാദങ്ങളും മെനയുകയാണ്. കുട്ടികളെ പോലും ഈ നിന്ദ്യമായ പ്രവർത്തനങ്ങളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. അല്ലയോ പരമാത്മ സ്വരൂപികളെ, ഈ സങ്കുചിത മനസ്കരോട് എന്തു പറയാൻ? ഈ ലോകം മുഴുവൻ ഒരുമിച്ച് നിന്ന് എതിർത്താലും എനിക്കൊരു ദോഷവും സംഭവിക്കില്ല. എൻ്റെ ഹൃദയം സദാ പരിശുദ്ധം. എനിക്ക് സ്വാർത്ഥ താല്പര്യങ്ങളില്ല. എൻ്റേതായി എനിക്കൊന്നുമില്ല. ഇതാണ് എൻ്റെ സത്യം. കുറ്റവാളികൾ മാത്രമേ ഭയചിതരാകൂ. തെറ്റൊന്നും ചെയ്യാത്ത മൃഗേന്ദ്രിയൻ എന്തിനു ഭയക്കണം? ഞാൻ ചെയ്യുന്നതെന്തും ലോകമംഗളത്തിനായി, എനിക്ക് വേണ്ടിയല്ല. അപ്രതിരോധ്യമായി ഈ സത്യത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പരമാനന്ദത്തിൽ
അനർഹണമായ ആനന്ദത്തിൽ. വിലാസപ്രിയനായ ഈശ്വരൻ. 1983 സത്യസായി കോളേജിലെ വിദ്യാർത്ഥികൾ ഒരു സയൻസ് എക്സിബിഷൻ വൃന്ദാവനത്തിൻ്റെ വിവാഹ ഹാളിൽ സംഘടിപ്പിച്ചു. അന്നത്തെ കർണാടക ഗവർണർ ശ്രീ ഗോവിന്ദ് നാരായൺ സായി ദർശനത്തിനായി വൃന്ദാവനത്തിലെത്തി. ബാബ അദ്ദേഹത്തെ എക്സിബിഷൻ കാണാനായി കൂടെ കൊണ്ടുവന്നു. പ്രദർശനത്തിൽ കുട്ടികളുണ്ടാക്കിയ ധാരാളം മാതൃകകളും ശാസ്ത്രീയ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. ആ ഉപകരണങ്ങളിലൊന്ന് അലാറം സംവിധാനം ഉള്ളതാണ്. ഉപകരണത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പ്രകാശരശ്മികൾ പോകുന്നു. ഈ രശ്മിക്കിടയിൽ കൈ വന്നാൽ ആ നിമിഷം അലാറം മുഴങ്ങും. സ്വാമി ഓരോന്നും കണ്ട് ആ ഉപകരണത്തിനടുത്തെത്തി. ആ ഉപകരണം ഒതുക്കിയ വിദ്യാർത്ഥി സ്വാമിയോട് പറഞ്ഞു, സ്വാമി അവിടുത്തെ കൈ ഇവിടെ വയ്ക്കൂ, അലാറം മുഴങ്ങുന്നത് കേൾക്കാം. സ്വാമി അങ്ങനെ ചെയ്തു. പക്ഷേ അലാറം മുഴങ്ങിയില്ല. വിദ്യാർത്ഥി പരിഭ്രമിച്ചു. അയാൾ പറഞ്ഞു, സ്വാമി ഒരു നിമിഷം, അതിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, ഞാനിപ്പോൾ തന്നെ ശരിയാക്കാം. വിദ്യാർത്ഥി കുറച്ചു നേരം തട്ടുമുട്ട് നടത്തി. പിന്നെ തൻ്റെ കൈ രണ്ടറ്റത്തിനുമിടയിൽ വെച്ചു. ആ നിമിഷം അലാറം മുഴങ്ങി. ആത്മവിശ്വാസത്തോടെ വിദ്യാർത്ഥി വീണ്ടും കൈ വയ്ക്കുവാൻ സ്വാമിയെ ക്ഷണിച്ചു. ഭഗവാൻ വീണ്ടും അങ്ങനെ ചെയ്തു. പക്ഷേ അലാറം ശബ്ദിച്ചില്ല. വിദ്യാർത്ഥി തികച്ചും ഇപ്പോൾ സംഭ്രാന്തിയിലായി. ഉപകരണത്തെക്കുറിച്ച് എന്തൊക്കെയോ കുണുകൂർത്തുകൊണ്ട് വീണ്ടും നന്നാക്കാൻ ഒരുങ്ങിയപ്പോൾ സ്വാമി അവനോട് അരുളി, അത് നന്നാക്കേണ്ട കാര്യമല്ല. ഏതുതരം കള്ളനെ പിടിക്കാനാണോ നീ ഈ അലാറം ഡിസൈൻ ചെയ്തത്? ഞാൻ അത്രയും കള്ളനല്ല, അതുകൊണ്ടാണ് അലാറം മുഴങ്ങാതിരുന്നത്. സ്വാമി മുന്നോട്ട് നീങ്ങി. ശാസ്ത്രത്തിന് അവിടുത്തെ സമീപിക്കാനാവില്ല. ഭഗവാൻ ശാസ്ത്രാതീതൻ. സഹിഷ്ണുത. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പർത്തിയിലെ ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ രാവിലെ കുളിച്ചിരുന്നത് കടുത്ത തണുപ്പുള്ള വെള്ളത്തിൽ. സ്വാമിക്കിത് വിഷമമായി. അവിടുന്ന് ചിന്തയിലാണ്ടു. ഈ കുരുന്നുകളുടെ മാതാപിതാക്കൾ ഇവരെ എൻ്റെ സംരക്ഷണത്തിൽ ഏർപ്പിച്ചു പോയിരിക്കുന്നു. അതിനുള്ള കാരണം എന്നിലുള്ള അവരുടെ ദൃഢവിശ്വാസം. പാവം കുഞ്ഞുങ്ങൾ, അവർക്ക് നിത്യവും കുളിക്കുന്ന തണുപ്പേറിയ വെള്ളം മാത്രം. ഈ ചിന്താതരംഗം ഉടനെ സോളാർ ഹീറ്ററുകളിലെ സംഭരണ കേന്ദ്രത്തിലെത്തി. സൗരോർജ്ജം കൊണ്ട് വെള്ളം ചൂടാക്കുന്ന സംവിധാനം. ഒട്ടും താമസിച്ചില്ല അവർ ഉടൻ തന്നെ അത് ഹോസ്റ്റലിൽ സ്ഥാപിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും പ്രിൻസിപ്പളും ഏറെ സന്തുഷ്ടരായി. സോളാർ ഹീറ്റ് സിസ്റ്റം ഉദ്ഘാടനം ചെയ്യാനായി അവർ സ്വാമിയോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ സമ്മതിച്ചു. ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുക്കങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി. ഉപകരണം ടാപ്പുമായി ഒരു റബ്ബർ ട്യൂബ് കൊണ്ട് ഘടിപ്പിച്ചു. സ്വാമി വന്ന് ടാപ്പ് തിരിക്കുമ്പോൾ താഴെ വെച്ചിരിക്കുന്ന ബക്കറ്റ് ചൂടുവെള്ളം വീഴും. അവർക്ക് ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല. സ്വാമി എത്തിച്ചേർന്നു. അവിടുന്ന് ടാപ്പ് തിരിച്ചു. നിർഭാഗ്യം, ടാപ്പിൽ പിടിപ്പിച്ചിരുന്ന റബ്ബർ ട്യൂബ് വിട്ടുപോയി. ചൂടുവെള്ളം സ്വാമിയുടെ മുഖത്തും വസ്ത്രത്തിലും ചീറ്റി തെറിച്ചു. അപ്രതീക്ഷിതമായ അത്യാഹിതത്തിൽ എല്ലാവരും സ്തംഭിച്ചുപോയി. എല്ലായിടത്തും വീർപ്പുമുട്ടിക്കുന്ന നിശബ്ദതകൾ. കാണികൾ ശില പോലും നിൽക്കുന്നു. ആ സാഹചര്യം ശരിയാക്കാൻ ഒരു കൈ പോലും ചലിച്ചില്ല. അവരുടെ ദയനീയാവസ്ഥ സ്വാമിക്ക് മനസ്സിലായി. സ്തംഭനാവസ്ഥ തകർക്കാനായി വിഭു പൊട്ടിച്ചിരിച്ചു. നോക്കൂ, കുളി ഉദ്ഘാടനം ചെയ്തതും ഞാൻ തന്നെ. ഭഗവാന്റെ ചിരി, സന്തോഷപൂർവ്വമുള്ള പ്രതികരണം എല്ലാവരിലും ആശ്വാസം ഉണർത്തി. അവരുടെ മനസ്സിൽ ലാഘവപ്പെട്ടു. ശ്വാസം നേരെ വീണു. കുടിയിരുന്നവരെല്ലാം സ്വാമിയുടെ ചിരിയിൽ പങ്കുചേർന്നു. സ്വാമി സദാ കരുണാപൂർണൻ. അവിടത്തേക്ക് കോപം എന്തെന്ന് അറിയില്ല. എൻ്റെ ജീവിതം എൻ്റെ സന്ദേശം എന്ന് അവിടുന്ന് അരുളുന്നു. അത് പ്രേമത്തിൻ്റെ, കരുണയുടെ, ദയയുടെ സന്ദേശമാണ്. അവിടെ കോപത്തിന് സ്ഥാനമില്ല. ബാബയുടെ സാമീപ്യം ഓരോ നിമിഷവും നേട്ടം. ഒരിക്കൽ സ്വാമി കൊടൈക്കനാൽ ആയിരുന്ന സമയം മുറിയിലിരുന്ന് വെളിയിൽ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ജനക്കൂട്ടത്തെ നോക്കുമായിരുന്നു. ഭഗവാൻ ധാരാളം വിദ്യാർത്ഥികൾ അവിടുത്തെ പാദഗമനങ്ങൾക്ക് ചുറ്റും ഇരിക്കുന്നു. സ്വാമി അവരോട് പറഞ്ഞു, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ തിരിച്ചറിയുന്നുവോ? ആയിരങ്ങൾ എനിക്കായി പുറത്തു കാത്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ എൻ്റെ പാദസേവനത്തിനുള്ള അവകാശം അനുഭവിക്കുന്നു. നിങ്ങൾ എത്രമാത്രം ഭാഗ്യമുള്ളവരും അനുഗ്രഹീതരുമാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഈ അവസരം നൽകിയിരിക്കുന്നു. അതിനാൽ നിങ്ങൾ എൻ്റെ സമീപത്തായി. ഞാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എനിക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആകാശത്തിന് കുറുകെ നടക്കാനാവും. ഞാൻ എങ്ങനെ മാത്രം ചെയ്താൽ സമസ്ത ലോകവും എൻ്റെ പാദത്തിലാവും. ലക്ഷക്കണക്കിന് ഭക്തന്മാർ എന്നെ പൊതിയും. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കും എൻ്റെ സമീപം വരാനുള്ള അവസരം പോലും ലഭിക്കില്ല. എൻ്റെ സംരക്ഷണത്തിനായി ചുറ്റിനും സായുധരായ സംരക്ഷകർ സദാ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയണം, അക്കാലം വളരെ ദൂരമല്ല. എന്നെ വിശ്വസിക്കൂ, ഒരു ദിവസം വരും. അന്ന് നിങ്ങൾക്ക് എൻ്റെ വസ്ത്രത്തിൻ്റെ ചുവന്ന മിന്നലാട്ടം വളരെ ദൂരെ നിന്നും ഏറെ പ്രയത്നിച്ചാൽ പോലും കാണാൻ ദുഷ്കരമായിരിക്കും. ഞാൻ ആകാശത്തിന് കുറുകെ ഒരു വശത്ത് നിന്ന് മറ്റേ അറ്റത്ത് നടക്കുമ്പോഴേ നിങ്ങൾക്ക് സ്വാമിയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയൂ. അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്വാമിയുടെ സാമീപ്യത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ ഓരോ നിമിഷവും നേടിയെടുക്കുക. ഒരവസരത്തെ സ്പോർട്സ് പരിപാടികൾ ഹിൽവ്യൂ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. കായികമേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭഗവാൻ 2 വെള്ളാതി പ്രാവുകളെ സ്വതന്ത്രരാക്കി. കായിക മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കവേ സ്വാമിയും കുറച്ച് വിശിഷ്ടാദികളും വേദിയിലിരുന്ന് നിരീക്ഷിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നേരത്തെ സ്വതന്ത്രരാക്കി വിട്ട അതേ പ്രാവുകൾ വേദിക്ക് കുറുകെ പറക്കുന്നത് അവർ ശ്രദ്ധിച്ചു. സ്വാമി പ്രസ്താവിച്ചു, ആ പക്ഷികളെ നോക്കൂ, അവ കുറച്ച് സമയം നമ്മുടെ കൂടെ കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അവയ്ക്ക് സ്വതന്ത്രരാക്കിയിട്ട് പോലും ബാഹ്യലോകവുമായി സ്വയം പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല.
തീർച്ചയായും സ്വാമി ഇക്കാര്യം ആ 2 പ്രാവുകളെ മാത്രം പരാമർശിച്ച് പറഞ്ഞതാണെങ്കിലും പക്ഷേ അവിടുന്ന് അരുളിയത് അവിടുത്തെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഭക്തന്മാർക്കും ബാധകമല്ലേ. ഓം ശ്രീ സത്യസായി പരബ്രഹ്മേണ നമഃ. ശാന്തി ശാന്തി ശാന്തി. 11-ാം അധ്യായം സമാപ്തം.